നിങ്ങൾ അത്യാവശ്യം വലിയൊരു ലോണുള്ള ഒരാളാണ്. നിങ്ങൾക്ക് സാധാരണ എല്ലാ മാസവും കിട്ടുന്ന ഒരു വരുമാനത്തിന് പുറമെ ഒരു പ്രത്യേക മാസം കുറച്ചധികം തുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണോ അതോ ലോൺ തിരിച്ചടച്ച് ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കണോ എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ. ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, 5 വർഷം മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ ടാക്സ് നിയമങ്ങളും പുതിയ രീതികളും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സുഹൃത്തായിട്ടുള്ള രാജുമോൻ ആസ്ക് റുപ്പിമംഗിന്റെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്തിരുന്നു. രാജുവിന്റെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. രാജുവിന് 35 വയസ്സാണ്, IT ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ലോണായിട്ട് ഒരു 35 ലക്ഷം രൂപയുണ്ട്. ഏകദേശം 30,000 രൂപയോളം ഒക്കെ EMI അദ്ദേഹം അടയ്ക്കുന്നുണ്ട്. അത് അടച്ചു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബോണസ് കിട്ടി. 5 ലക്ഷം രൂപയാണ് ബോണസ് കിട്ടിയത്. ഇത് ലോൺ അടയ്ക്കാനായിട്ട് ഉപയോഗിക്കണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ അദ്ദേഹം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ അഡീഷണൽ ആയിട്ട് ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ലാഭം നേടണം എന്നുള്ളതായിരുന്നു രാജുവിൻ്റെ ചോദ്യം. വളരെ സിമ്പിളായിരുന്നു. രാജുവിൻ്റെ പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.5%. അപ്പോൾ ഈ 8.5%-നേക്കാൾ വളരെ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു രാജുവിനുണ്ടായിരുന്നത്. അതായത് 8% പലിശയ്ക്ക് എടുത്തിട്ട് നമുക്കൊരു 15-16% ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണമായില്ലേ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും നമ്മൾ അടയ്ക്കേണ്ട ഒരു സംഗതിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ 35 ലക്ഷം രൂപയുടെ ഈ ലോണിന് വരുന്ന EMI ഏകദേശം 30,000 രൂപ ഇദ്ദേഹം എന്തൊക്കെ ചെയ്താലും എല്ലാ മാസവും അടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പലിശ വരും, പലിശയുടെ പലിശ വരും, ഒക്കെ വരും അല്ലേ. ഈ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് പോലെയാണ്. നമ്മൾ എന്ത് വന്നാലും അതിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഈ 8% അല്ലെങ്കിൽ 7% നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്കുകൾ 5.25% കുറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ഈ 8% ലോൺ പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ലോൺ തീർക്കുന്നതിന് പകരമായിട്ട് ആ പണം മ്യൂച്വൽ ഫണ്ടിലിട്ടാൽ ലാഭം കിട്ടില്ല എന്നുള്ള രാജുമോൻ്റെ ചോദ്യം തികച്ചും ന്യായമാണ്. മറ്റൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഓൾഡ് റെജീമിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ രാജുമോന് അടയ്ക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ 2 ലക്ഷം രൂപ വരെ ഓരോ വർഷവും ഇൻകം ടാക്സിൻ്റെ ഡിഡക്ഷനായിട്ട് കാണിക്കാം. അതായത് അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഒരു 6%-നൊക്കെ മുകളിലേക്കായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ 6-6.25% നിന്ന് ഒരു 12-15% ലാഭം കിട്ടുന്ന ഒരു സംഖ്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് പലർക്കും ഇത് നല്ലൊരു തീരുമാനമായിരിക്കാം, പക്ഷേ ചിലർക്ക് അത് അത്ര നല്ല തീരുമാനമായിരിക്കില്ല. അപ്പോൾ എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ലോൺ അടയ്ക്കണം, ഏതൊക്കെ സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രാജു ലോൺ അടയ്ക്കണോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞത് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വരുമാനത്തിൻ്റെ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജോലി സ്ഥിരമായിട്ട് വലിയ കുഴപ്പമില്ലാതെ കുറച്ചധികം കാലം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിസിനസ് വരുമാനമാണെങ്കിൽ ബിസിനസ് നിങ്ങൾക്ക് കുറേയധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ ബുദ്ധിമുട്ടില്ലാതെ. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തേത് നമ്മൾ ഏത് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ടാക്സ് റെജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സിൽ 2 തരത്തിൽ നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാം. ഒന്ന് ഓൾഡ് റെജീം എന്നും മറ്റൊന്ന് ന്യൂ റെജീം എന്നും. ഓൾഡ് റെജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ATC ഡിഡക്ഷൻ, അതായത് LIC ഇൻഷുറൻസ്, അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകൾ, ഇതെല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ഓൾഡ് റെജീം എന്ന് പറയുക. അവിടെ നമുക്ക് ഈ 2 ലക്ഷം രൂപ വരെ ഈ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ന്യൂ റെജീമിൽ നമ്മൾക്ക് ഇതേപോലുള്ള ഡിഡക്ഷനുകളൊന്നും തന്നെ സാധിക്കില്ല. അവിടെ ഒരു ഡിഡക്ഷനും ഇല്ലാതെ നമ്മളുടെ കയ്യിൽ വരുന്ന ഇൻകത്തിന് നമ്മൾ ഓരോ സ്ലാബിനനുസരിച്ച് ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 9-9.5 ലക്ഷം രൂപ വരെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലെയിമുകൾ നടത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഓൾഡ് റെജീമിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാത്തവർക്ക് എല്ലാം ന്യൂ റെജീമാണ് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രാജുമോൻ്റെ കേസിൽ ഓൾഡ് റെജീം എടുക്കുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പലിശ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ്. ലോണിൻ്റെ പലിശ നിരക്ക് ഇപ്പോൾ ഒരു 9%-ലൊക്കെ കൂടുതലാണ് നമ്മൾ ലോണിന് പലിശ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുന്ന ഒരു കാര്യം നോക്കുകയായിരിക്കും നല്ലത്. അതല്ല നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഈ രാജുമോൻ്റെ പോലെ 8% ആണെന്നുണ്ടെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. അടുത്ത ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലോൺ ഏത് തരത്തിലുള്ള ലോണാണ്. ഹോം ലോൺ, ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ,
പ്രോപ്പർട്ടി ലോൺ, അങ്ങനെ പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ എന്നങ്ങനെ പറഞ്ഞ് ധാരാളം ലോൺ ടൈപ്പുകളുണ്ട്. ഇതിൽ ഹോം ലോൺ ആണ് നല്ലൊരു ലോൺ എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസിഫൈ ചെയ്യുക. ഒരു പരിധി വരെ എഡ്യൂക്കേഷൻ ലോൺ, ബാക്കി എല്ലാ ലോണുകളും നമ്മൾ ഒരു കൺസംഷന് വേണ്ടി, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, മറ്റുള്ള തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഇൻട്രസ്റ്റും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോൺ ടൈപ്പ് ഹോം ലോണോ എഡ്യൂക്കേഷൻ ലോണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ലോൺ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 4% പലിശയ്ക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഗോൾഡ് ലോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് മറ്റെല്ലാ തരത്തിലുള്ള ലോണുകളും, പേഴ്സണൽ ലോണായാലും വെഹിക്കിൾ ലോണായാലും, അതെല്ലാം കുറേ കൂടെ ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നതും കൂടുതൽ മറ്റുള്ള കൺസംഷൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതായതിനാൽ പരമാവധി അത്തരം ലോണുകളാണെന്നുണ്ടെങ്കിൽ ലോൺ തിരിച്ചടവിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ അഭിപ്രായം പറഞ്ഞു കൊടുത്തത്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രീപേയ്മെൻറ്റ് പെനാൽറ്റി. പല ലോണുകളും മുൻകൂറായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ ഒരു തുക ബാങ്കിനും പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അത്ര പ്രീപേയ്മെൻറ്റ് പെനാൽറ്റി ഉള്ള ലോണാണെന്നുണ്ടെങ്കിൽ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത് നമുക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത് ലിക്വിഡിറ്റി എന്ന് മാത്രമുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ പോയാൽ പിന്നെ നമുക്ക് ഒരു രൂപ പോലും അതിൽ നിന്ന് തിരികെ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലോൺ ടോപ്പ് അപ്പ് ചെയ്യാനോ മറ്റൊരു ലോൺ എടുക്കാനോ ഒക്കെ പോകണം. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാവും. അപ്പോൾ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് മുൻപ് നമ്മൾക്ക് അടുത്ത കുറച്ച് കാലത്തേക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള പൈസ എമർജൻസി ഫണ്ടായിട്ടും ഷോർട്ട് ടേം ഫണ്ടുകളൊക്കെ ആയിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം എന്നുള്ളതാണ്. ലോണിലേക്ക് ഒരു തവണ പോയ പൈസ പിന്നെ തിരികെ കിട്ടാൻ മാർഗ്ഗമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഇല്ലാത്ത ആളുകൾ പരമാവധി ലോൺ അധികം തിരിച്ചടവ് ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. ഈ 5-6 ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷേ രാജുവിന് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. 3 സെനാരിയോകൾ. ലോൺ എപ്പോഴാണ് അടയ്ക്കേണ്ടതെന്ന്. ലോൺ എപ്പോഴാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലോണാണ്, അല്ലെങ്കിൽ പലിശ 10% അതിൽ കൂടുതലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ, അതുപോലെ പലിശ നിരക്ക് കൂടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോം ലോൺ പോലുള്ള ചെറിയ ലോണുകൾ, സേഫായിട്ടുള്ള ലോണുകൾ, ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ ആണ്. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ളൊരു ലോണാണ്. നിങ്ങളുടെ അല്ലെങ്കിൽ ഓൾഡ് റെജീമിലാണ് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് സേഫായിട്ട്, താരതമ്യേന സേഫായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ തിരിച്ചടവിന് പകരം മ്യൂച്വൽ ഫണ്ട് എന്നുള്ള രീതി നിങ്ങൾക്ക് പരിഗണിക്കാം. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് മെത്തേഡാണ്. ഞാനൊക്കെ പേഴ്സണലി അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റുകയും ബാക്കി പകുതി ഭാഗം മറ്റുള്ള ലോൺ തിരിച്ചടവിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതിനെയാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 3 മെത്തേഡ് 6 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപയോഗിച്ച് എങ്ങനെ രാജുമോൻ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ നിങ്ങൾക്കും പേഴ്സണൽ ഫിനാൻസ് ഡയറക്ഷനുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.